ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് എക്സാം നടന്ന നമ്മുടെ ബേസിക് സയൻസിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം? എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിൽ ഒന്നാമത്തെ ആൻസർ വന്നത് സി ആണ് കേട്ടോ. ദ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് എന്നാണ്. രണ്ടാമത്തെ ആൻസർ ബി ആണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ ബട്ട് ദ റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സെക്ഷൻ ബിയിലുള്ളത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ ആൻസർ വന്നത് 86,400 സെക്കൻഡ്സ് ആണ്. പിന്നെ റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നത് സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, ഇതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എഴുതിയവർക്ക് തന്നെ നമുക്ക് 4 മാർക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ 4ൽ എൻ്റെ ക്വസ്റ്റ്യന് ഇൻ വിച്ച് അറേഞ്ച്മെൻറ്റ് ഡോ ദിസ് മാഗ്നറ്റ് റിപ്പിൾ ഈച്ച് അതർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വന്നത് ഫിഗർ എക്സ് ആണ് കേട്ടോ. അപ്പോൾ ലൈക്ക് പോൾസ് ആണല്ലോ റിപ്പിൾ ചെയ്യാൻ നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ കാരണമാണ് നമ്മുടെ മാഗ്ലവ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഇതൊന്നും ഇല്ലല്ലോ, ടയേഴ്സും കാര്യങ്ങളും വീലൊന്നും ഇല്ലല്ലോ. അതിനോട് തന്നെ നമുക്ക് നോയിസ് പൊല്യൂഷനും കാരണമൊന്നുമില്ല. അതാണ് കേട്ടോ. അത് എഴുതിയാൽ തന്നെ നമുക്ക് അവിടെ 1 മാർക്ക് കിട്ടി. പിന്നെ നമ്മുടെ 4ൽ ബിയിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നത് പി എന്നുള്ള ഭാഗത്ത് നോർത്തും ക്യൂ എന്നുള്ള ഭാഗത്ത് സൗത്തും ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് ആൻസർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഈ ഒരു വെർട്ടിക്കലി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു രണ്ടാമത്തെ പിക്ചറത്തെ ബ്ലോക്കാണ് കേട്ടോ ആൻസർ ശരിയായിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ നമ്മുടെ ഫിസിക്സിൻ്റെ സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. കാരണം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ആൻസർ ഇതാണ് എന്നുള്ളത് കേട്ടോ. ഈ ഒരു ആൻസേഴ്സും ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇന്നലത്തെ നമ്മുടെ സ്റ്റഡി വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോട് തന്നെ ഞാനിത് പഠിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടി. ഞാൻ സെക്കൻഡാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മൾക്കിത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്ത്. കാരണം നമ്മുടെ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ നമ്മുടെ ഏരിയ ആണല്ലോ. അതൊക്കെ എഴുതിയാണ്ട് എല്ലാ ആൻസേഴ്സും കണ്ടെത്തിയിട്ട് എഴുതിയാലേ നമുക്ക് അവിടെ 3 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ 7ാമത്തെ ആൻസർ നമ്മുടെ ബസ്സാണ് ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതൊക്കെ തന്നെയാണ്. പിന്നെ 8ൽ ബി എ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം വരയ്ക്കാനായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ എബണൈറ്റിൻ്റെ റോഡിൻ്റെ ചാർജ് നമ്മുടെ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചിത്രം വരച്ച് കൊടുക്കേണ്ടത്. പിന്നെ എ എന്നുള്ള ഭാഗത്ത് ഫുൾ പോസിറ്റീവും അതിൻ്റെ സൈഡിലായിട്ട് ഫുൾ നെഗറ്റീവ് ആണ്. ഇതേപോലെയാണ് വരച്ച് കൊടുത്താൽ അവിടെ നമുക്ക് 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നത് എർത്തിങ് ആണ് കേട്ടോ. എർത്തിങ് കാരണം നമുക്ക് അതേ കുറച്ച് നേരം കൂടി ഒരു ചാർജ് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. പിന്നെ 9ൽ എൻ്റെ ആൻസർ പ്രഷർ തന്നെയാണ്. ബീൻ്റെ ആൻസറും പ്രഷർ ബാലൻസ് തന്നെയാണ്. പിന്നെ സീൻ്റെ ആൻസർ സെയിലേഴ്സ് ആർ യൂസിങ് മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നത് ഓർക്ക് പെട്ടെന്ന് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് കേട്ടോ നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഫിസിക്സ് ഭയങ്കര സിമ്പിളായിരുന്നു. കമൻറ്റ് എനിക്ക് ഭയങ്കര ഈസി തന്നെയായിരുന്നു കേട്ടോ. ഫിസിക്സ് ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ 1ാമത്തെ ആൻസർ ഈ ഒരു മാഗ്നീഷ്യം ഓക്സൈഡ് ആണ്. പിന്നെ നമ്മുടെ 2ാമത്തെ ആൻസർ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ സി ആണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ ആൻസർ റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് ഹാവ് സൊനോറിറ്റി, നോ ഹാർഡ്, നോ ഷൈൻ, അതൊക്കെ എഴുതി കൊടുത്താൽ അവിടെ 2 മാർക്ക് കിട്ടും. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 5ാമത്തെ എൻ്റെ ആൻസർ വന്നത് CO2 ആൻഡ് H2 ആണ്. H2 ആണ്. ബീൻ്റെ ആൻസർ ലൈറ്റ് എനർജി. പിന്നെ 6ാമത്തെ എൻ്റെ ആൻസർ ഹൈഡ്രജന്. ബി സോഡിയം കാർബണേറ്റിൻ്റെ ആൻസർ വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ 7ാമത്തെ ആൻസർ നമ്മുടെ സോഡിയം, അതിൻ്റെ സിമ്പിൾ വന്നിട്ടുള്ളത് Na എന്നാണ്. പിന്നെ ലാറ്റിൻ നെയിം വന്നിട്ടുള്ളത് നാട്രിയം ആണ് കേട്ടോ. പിന്നെ അയണിൻ്റെ ബി Fe ആണ്. നമ്മുടെ ലാറ്റിൻ നെയിം വന്നത് ഫെറോം എന്നാണ് കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ 8ാമത്തെ ആൻസറിൽ എ വന്നത് നമ്മുടെ സൊല്യൂഷൻ എ ആണ്. ബിയിൽ വന്നത് നമ്മുടെ സൊല്യൂഷൻ സി ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 8ൽ ബിയിൽ വന്നിട്ടുള്ളത് എയിൽ നമ്മുടെ സൊല്യൂഷൻ 4ഉം ബിയിൽ വന്നിട്ടുള്ളത് സൊല്യൂഷൻ 3 ആണ് കേട്ടോ. അപ്പോൾ 9ാമത്തെ എൻ്റെ ആൻസർ വന്നത് കാർബൺ ഡൈ ഓക്സൈഡും ബീൻ്റെ ആൻസർ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡും സീൻ്റെ ആൻസർ സിൽവർ ക്ലോറൈഡും ആണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ബയോളജിയാണ് എനിക്ക് ഏറ്റവും ടഫായി തോന്നിയത്. അപ്പോൾ നമ്മുടെ ബയോളജീൻ്റെ ഒന്നാമത്തേൻ്റെ ആൻസർ വന്നത് C ആണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തേൻ്റെ ആൻസർ വന്നത് B ആണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ബയോളജിയിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആൻസർ കീ. അപ്പം ഈ ഒരു എക്സാം സിമ്പിളായൊരു ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.